ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ധനകാര്യ വകുപ്പിന് കീഴിലും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലും കുടുംബശ്രീയിലും ഗ്രാമപഞ്ചായത്തിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കുറഞ്ഞ യോഗ്യത വരുന്നത് +2 ആണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ധനകാര്യ വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ധനകാര്യ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 മാസത്തേക്ക് റിസർച്ച് അസോസിയേറ്റുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. മാസശമ്പളം 25,000 രൂപയാണ് ലഭിക്കുന്നത്. ഫീൽഡ് വിസിറ്റ് സമയത്തുള്ള താമസം DA, TA എന്നിവ പ്രത്യേകം അനുവദിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ജനുവരി 20 വൈകിട്ട് 5 മണി വരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ട്രെയിനിയുടെ ഒഴിവിലേക്ക് ജനുവരി 16 രാവിലെ 11 മണിക്ക് CDCയിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ നേടിയ ബിരുദമാണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി 16 രാവിലെ 10:30 CDCയിൽ ഹാജരാവേണ്ടതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. 1 വർഷത്തെ കാലയളവിലേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ മായിത്തറയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഒബ്സർവേഷൻ ഹോമിൽ സ്ഥിരം കെയർ ടേക്കറുടെ ലീവിനും ഓഫിനും ദിവസവേതനാടിസ്ഥാനത്തിൽ കെയർ ടേക്കറെ നിയമിക്കുന്നുണ്ട്. +2 പാസ്സായി 25-നും 40-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കുട്ടികളുടെ സ്ഥാപനത്തിൽ രാത്രിയും പകലും ജോലി ചെയ്യുവാൻ സന്നദ്ധയുള്ളവർ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഫോട്ടോയും സഹിതം ജനുവരി 20 മുമ്പ് സൂപ്രണ്ട് ഗവൺമെൻറ് ഒബ്സർവേഷൻ ഹോം മായിത്തറ 688-593 എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ 2nd ഗ്രേഡ് ഓവർസിയർ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി 16 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഓവർസിയർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. 3 വർഷ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI, പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി 15 രാവിലെ 11 മണിക്ക് കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ എറണാകുളത്തെ കോമ്പാറയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് കെയർടേക്കർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. യോഗ്യത 12ാം ക്ലാസ്സാണ്. ശമ്പളം 12,000 രൂപയാണ് ലഭിക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളോടൊപ്പം ജനുവരി 16 മുമ്പായി നേരിട്ടോ hcchildrensHome@gmail.com എന്ന മെയിൽ അഡ്രസ്സിലേക്കോ അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കുടുംബശ്രീയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കുടുംബശ്രീയുടെ ഇരിങ്ങാലക്കുട, ചാവക്കാട്, വടക്കാഞ്ചേരി ബ്ലോക്കുകളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന മൈക്രോ എൻ്റർപ്രൈസ് റിസോഴ്സ് സെൻ്ററുകളിലേക്ക് 1 വർഷത്തേക്ക് അക്കൗണ്ടൻറ്റിനെ നിയമിക്കുന്നുണ്ട്. MCOM, ടാലി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അക്കൗണ്ടിങ്ങിൽ 1 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള 23-നും 35-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കും മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ജനുവരി 17 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, 2ാം നില, കളക്ടറേറ്റ്, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി KHRWS സ്കാൻ യൂണിറ്റിൽ ചീഫ് റേഡിയോഗ്രാഫർ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്.
ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 15/1/2025 രാവിലെ 11 മണിക്കാണ്. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം റീജിയണൽ മാനേജറുടെ കാര്യാലയം, IHRWS പേവാർഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം 10:30 മുൻപായി നിങ്ങളുടെ അഭിമുഖ നടത്തിപ്പ് കേന്ദ്രത്തിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഹാജരാവേണ്ടതാണ്. ചീഫ് റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് സർക്കാർ ആശുപത്രികളിൽ നിന്നും സീനിയർ റേഡിയോഗ്രാഫർ തസ്തികയിൽ കുറയാതെ വിരമിച്ചവരായിരിക്കണം. പ്രായപരിധി 58 വയസ്സ് കവിയരുത്. ശമ്പളം 30,000 രൂപയാണ് ലഭിക്കുന്നത്. റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് DME അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി DRRT അഥവാ DRT കോഴ്സ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ KUHSന് കീഴിൽ BSc MIT അഥവാ BSc MRT കോഴ്സ് പാസ്സായിരിക്കണം. കൂടാതെ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. ശമ്പളം 24,520 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.